ഹായ് ഓൾ, എല്ലാവർക്കും സ്വാദ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൂണ ചിക്കൻ എന്നൊരു ഐറ്റമാണ്. നമുക്ക് ആ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ഏകദേശം ഒരു 4 ആൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇത് നല്ല പീസായിരിക്കണം. അത് നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം വയ്ക്കണം. നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ സമയം മൂടി വയ്ക്കുക. ഈ വിഭവത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തിരുമ്മി വെച്ച ചിക്കനാണ്. പിന്നെ വേണ്ടത് 2 സവാള എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം ടൈപ്പിലുള്ളതാണ്, ചെറുതായി നുറുക്കിയത്. ഒരു 4 പച്ചമുളക്, അത് വട്ടത്തിലരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിൽ നുറുക്കിയതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. തക്കാളി 3 തക്കാളിയാണിത്, അത് ചെറുതായി നുറുക്കിയത്. കുറച്ച് തൈര്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തിരുമ്മി വെച്ച ചിക്കനാണ്. അത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് എരിവൊക്കെ കുറവായിരിക്കും. ഒരു 4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കിത് നന്നായി പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ നന്നായി പൊരിച്ചെടുക്കണം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. ഒന്ന് ചൂടായി വരുമ്പം ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
നമുക്ക് വെളുത്തുള്ളി, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, ഗരം മസാല, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അളവും തൂക്കമൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മളെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലകളെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളി കുറച്ചുകൂടി ഒന്ന് വഴലാനുണ്ട്. ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം പൊരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? മസാലയൊക്കെ ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമുക്കിതിലേക്ക് കുറച്ച് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം മസാലയിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് മതി. ചിക്കനിൽ നമ്മൾ ചേർത്തതായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി.
നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വഴറ്റി വെച്ച ഉള്ളി മസാലയിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തു. അത് റെക്കോർഡായില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം അല്പം തൈര് ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഇപ്പോൾ ഇത് മൂടി വെച്ച് അതിന് ശേഷം തുറന്നതാണ് ഞാൻ. തുറന്ന് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ വിഭവം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. അടിപൊളി ഡിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബൂണ ചിക്കൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറക്കാതെ എല്ലാവരും സ്വാദ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.